അമേരിക്കയും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ ഉടനടി ആശ്വാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. നേരിട്ട് സൈനിക സംഘർഷം ശമിച്ചതോടെ പ്രദേശത്ത് ഒരു ഇടവേള ലഭിച്ചുവെന്ന തോന്നൽ ഉണ്ടെങ്കിലും ഇതിനു പിന്നിൽ കൂടുതൽ ഗൗരവമുള്ള മറ്റൊരു അദൃശ്യ പോരാട്ടം ശക്തമായി മുന്നേറുകയാണെന്നാണ് വിലയിരുത്തൽ. ആഗോള സാമ്പത്തിക ശക്തികളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു നിഴൽ കറൻസി യുദ്ധം ഇപ്പോൾ അരങ്ങേറുകയാണ്. ലോക വ്യാപാരത്തിൽ പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തുന്ന US ഡോളറിന് വെല്ലുവിളി ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ഈ മാറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ക്രൂഡ് ഓയിൽ ഇടപാടുകളിൽ ചൈനീസ് യുവാൻ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചുവരുന്നുവെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സാധാരണ ഒരു കറൻസി മാറ്റമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടനയെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വ്യാപാരത്തിൽ യുവാൻ ഉപയോഗം ഉയരുന്നത് യുവാൻ വേ ട്രാഫിക് എന്ന പുതിയ പ്രവണതയ്ക്ക് വഴിതെളിക്കുന്നു. ഇതോടെ ഡോളറിന്റെ ഏകാധിപത്യ സ്വഭാവം പതുക്കെ ക്ഷയിക്കുമെന്ന ആശങ്ക അമേരിക്കയ്ക്ക് ഉയരുകയാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ കടൽപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നത് ഈ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ആഗോള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഏകദേശം 20% വരെ ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിനാൽ ഇവിടെ നടക്കുന്ന ഏതൊരു മാറ്റവും ലോക സാമ്പത്തിക വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നു. ഹോർമൂസ് വഴിയുള്ള ഇടപാടുകളിൽ ഡോളറിന് പകരം യുവാൻ ഉൾപ്പെടെയുള്ള കറൻസികളുടെ ഉപയോഗം വർദ്ധിച്ചാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഇതിനൊപ്പം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെ മറികടക്കാനുള്ള മാർഗമായും യുവാനിലുള്ള വ്യാപാരം ഇറാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഡോളർ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പരസ്പര കറൻസി ഇടപാടുകൾ, ബാർട്ടർ സംവിധാനം, ഡിജിറ്റൽ പണമിടപാട് മാർഗങ്ങൾ എന്നിവയിലൂടെ പുതിയ സാമ്പത്തിക വഴികൾ കണ്ടെത്തുകയാണിവർ. ഈ സാഹചര്യത്തിൽ ഡിഡോളറൈസേഷൻ എന്ന ആശയം കൂടുതൽ രാജ്യങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത് ശ്രദ്ധേയമാണ്. റഷ്യ, ബ്രസീൽ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ വിദേശ വ്യാപാരത്തിൽ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും ചിലത് സ്വന്തമായ ഡിജിറ്റൽ കറൻസികൾ അവതരിപ്പിക്കുന്നതും ഈ പ്രവണതയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ചൈന തന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി നിരവധി രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ യുവാനിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം. കൂടാതെ ചൈനയുടെ ഡിജിറ്റൽ കറൻസിയായ ഡിജിറ്റൽ യുവാൻ ഭാവിയിൽ അന്താരാഷ്ട്ര ഇടപാടുകളിൽ പ്രധാന പങ്കുവഹിക്കാമെന്നാണ് നിരീക്ഷണം. വെടിനിർത്തലിന്റെ മറവിൽ ഇറാനും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ആഴത്തിലേക്ക് കടക്കുകയാണ്. എണ്ണ വ്യാപാരത്തിന് പുറമെ അടിസ്ഥാന സൗകര്യ വികസനം, ബാങ്കിംഗ് ബന്ധങ്ങൾ, സാങ്കേതിക വിദ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലും ഇവർ തമ്മിൽ സഹകരണം ശക്തമാക്കുന്നു. ഇത് ദീർഘകാലത്ത് ഒരു പര്യായ സാമ്പത്തിക കൂട്ടായ്മ രൂപീകരണത്തിലേക്ക് നയിക്കാമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ പശ്ചിമേഷ്യയിൽ തോക്കുകളും മിസൈലുകളും താൽക്കാലികമായി നിശബ്ദമായിരിക്കുമ്പോഴും സാമ്പത്തിക രംഗത്ത് അതിവേഗവും ദൂരവ്യാപകവുമായ ഒരു പോരാട്ടം തുടരുകയാണ്. ഡോളറും യുവാനും തമ്മിലുള്ള ഈ മൗന പോരാട്ടം ഭാവിയിലെ ആഗോള സാമ്പത്തിക ക്രമം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഘടകമാകാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നത് നിർണായകമാണ്. ഉപരോധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമോ അതോ പുതിയ സാമ്പത്തിക കൂട്ടുകെട്ടുകൾ രൂപപ്പെടുത്തുമോ എന്നതിലാണ് ലോകത്തിന് ശ്രദ്ധ. എന്തായാലും ഈ നിഴൽ കറൻസി യുദ്ധം സൈനിക സംഘർഷങ്ങളെക്കാൾ പോലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ഒരു ആഗോള മാറ്റത്തിന്റെ സൂചനയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.